ഓം കർപ്പണ്യദോഷോപഗതസ്വഭാവകവൃച്ഛാമിത്തം ധർമ്മസമൂഢരേതക യശ്രേയസ്യാനിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്യേഹം ശാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ഗീതയിലെ ഉത്തരഗീതയിലെ 20 ശ്ലോകം വരെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ഇനി 21 തൊട്ട് 25 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് ചിന്തിക്കേണ്ടത്. യഥാ മൃതേന തൃപ്തസ്യ പയസാ കിം പ്രയോജനം ഏവം തം പരമം ജ്ഞാത്വാ വേദൈർനാസ്തി പ്രയോജനം. ജ്ഞാനാമൃതേന തൃപ്തസ്യ കൃതകൃത്യസ്യ യോഗിന ന ചാസ്തി കിഞ്ചിൽ കർത്തവ്യം അസ്തി ചേൽ ന സ തത്വവിൽ. തൈലധാരമിവാഛിന്നം ദീർഘകണ്ഠ നിനാദവൽ അവ്യാജ്യം പ്രണവസ്യാഗ്രം യസ്ഥം വേദസ്സ വേദവിൽ. ആത്മനാ മരണീം കൃത്വാ പ്രണവം ചോ ഉത്താരണീം ധ്യാന നിർമ്മ അധനാ അഭ്യാസാൽ ദേവം പശ്യേൽ നിഗൂഢവൻ. താദൃശ്യം പരമം രൂപം സ്മരേൽ പാർത്ഥ ഹനന്യധീം വിധൂമാഗ്നി നിഭം ദേവം പശ്യേതത്യന്ത നിർമ്മലം. ഇതാണ് ഇനി ചിന്തിക്കേണ്ട 5 ശ്ലോകങ്ങൾ. 21-ാമത്തെ ശ്ലോകം യഥാ മൃതേന തൃപ്തസ്യ പയസാ കിം പ്രയോജനം ഏവം തം പരമം ജ്ഞാത്വാ വേദൈർനാസ്തി പ്രയോജനം. അമൃതപാനത്താൽ സംതൃപ്തനായവന് പിന്നെ പാല് കുടിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലല്ലോ. അതേപോലെ പരമജ്ഞാനമായിരിക്കുന്ന ബ്രഹ്മത്തെ അറിഞ്ഞവന് പിന്നെ വേദപാരായണം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലത്രേ. ഇതാണ് ഭഗവാൻ ഈ ഒരൊറ്റ ശ്ലോകത്തിൽ പറയുന്നത്. അതായത് യഥാർത്ഥത്തിൽ ഈ വേദങ്ങളും ഇല്ലെങ്കിൽ ശാസ്ത്രങ്ങളും ഒക്കെ നമുക്ക് പരമമായതിനെ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് മാർഗങ്ങൾ മാത്രമാണ്. അത് അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വക ഗ്രന്ഥങ്ങളുടെ ഒന്നും ആവശ്യകതയില്ല എന്ന് പറഞ്ഞു. ആ ബ്രഹ്മപ്രാപ്തിയിലേക്ക് എത്താനാണ് ബ്രഹ്മജ്ഞാനം. നമ്മൾ എന്തിലേക്ക് എത്തണമെന്ന് അതേപ്പറ്റി അറിയലാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്. ബ്രഹ്മമായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ജ്ഞാനത്തിന്റെ പ്രയോജനവും ഇല്ല. അതും കിം പ്രയോജനം എന്നാണ്. കാരണം ഈശ്വരനെ അറിയാൻ വേണ്ടിയിട്ട് ഈശ്വരനിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഈശ്വരനെ പറ്റി പൂർണ്ണമായിട്ട് അറിയണം. ആ ഈശ്വരനെ അറിഞ്ഞ് ഭജിച്ച് ഈശ്വരനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ മാർഗങ്ങളൊക്കെ പരിത്യജിക്കണം. അതാണ് അമൃതപാനത്താൽ സംതൃപ്തനായവന് പിന്നെ പാല് കുടിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം. അതേപോലെ പരമജ്ഞാനമായിരിക്കുന്ന ബ്രഹ്മത്തെ അറിവഞ്ഞന് പിന്നെ ഈ വേദപാരായണങ്ങളോ ശാസ്ത്ര പഠനങ്ങളോ ഇല്ലെങ്കിൽ അതേപ്പറ്റിയുള്ള അറിവ് പോലും ആവശ്യകതയില്ല എന്നാണ് പറയുന്നത്. ജ്ഞാനാമൃതേന തൃപ്തസ്യ കൃതകൃത്യസ്യ യോഗിന ന ചാസ്തി കിഞ്ചിൽ കർത്തവ്യം അസ്തി ചേൽ ന സ തത്വവിൽ. ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്തു തീർത്ത് ജ്ഞാനാമൃത പാനത്താൽ തൃപ്തനായിരിക്കുന്ന യോഗിക്ക് പിന്നീട് യാതൊരു കർത്തവ്യവും ചെയ്യേണ്ടതായിട്ടില്ല. അഥവാ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്ന് അവന് തോന്നുന്നുണ്ടെങ്കിൽ അവ യഥാർത്ഥ തത്വജ്ഞാനം ആയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. തത്വജ്ഞാനി ആയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പൊ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം കൃതകൃത്യമായിട്ട് ചെയ്ത് തീർത്തു എന്ന് ഉറപ്പ് വന്ന ഒരാൾക്ക് പിന്നെ ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. കർത്തവ്യമായിട്ടും ഒന്നും ബാക്കി ഉണ്ടാകില്ല. അങ്ങനെയുള്ളവർ പിന്നെ നിസ്സംശയം ഈശ്വരനിലേക്ക് എത്തുക തന്നെ ചെയ്യും. അവന് പിന്നെ കർമ്മബന്ധനം ഇല്ലാതായി കഴിഞ്ഞാൽ, കർമ്മബന്ധനം കൊണ്ടാണ് നമ്മൾ ഇവിടെ കിടന്ന് ചുറ്റിത്തിരിയാൻ ഇടവരുന്നത്. അപ്പം ആധ്യാത്മിക മാർഗത്തിൽ നമ്മൾ എന്ന് വരെ അന്ധകരണ ശുദ്ധിയും വിവേകവും ഉണ്ടാകുന്നില്ലയോ അന്ന് വരെ ഈ കർമ്മപൂർത്തീകരണവും എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ആ കർമ്മത്തെ പറ്റി തിരിച്ചറിയുന്ന കർമ്മങ്ങൾ അറിഞ്ഞ് ആ കർമ്മയോഗം അനുഷ്ഠിക്കുക. കർമ്മയോഗം എന്ന് പറഞ്ഞാൽ തന്നെ ഈശ്വരപ്രാപ്തിയിലേക്ക് എത്തുന്നതിന് എന്ത് വേണ്ടി എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ ഇല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൊണ്ട് ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കലാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. അല്ലാതെ എന്തെങ്കിലും ചെയ്യാന്നല്ല. നമ്മൾ ഈശ്വരനിലേക്ക് എത്താൻ ശ്രമിച്ച് ലക്ഷ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനുള്ള അനുഷ്ഠാനങ്ങൾ ചെയ്യണം. ആ അനുഷ്ഠാനങ്ങളെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അറിഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മുടെ പൂർവജന്മാദ്യമായ കർമ്മബന്ധനങ്ങൾ കർത്തവ്യ കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് തെളിഞ്ഞു വരും. അത് ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. അവന് പിന്നെ അടുത്ത സ്റ്റേജിൽ ഈശ്വരനിലേക്ക് എത്തുക എന്നുള്ളതാണ്.
അത് ഭഗവാന്റെ കൃപ ലഭിക്കുമ്പോൾ എന്ത് ചെയ്യുകയും ചെയ്യും. ഇനി ഏതെങ്കിലും വിധത്തിൽ കർമ്മം ബാക്കിയുണ്ടെന്ന് തോന്നുന്നവർ അവര് ഈ ഈശ്വരപ്രാപ്തിക്ക് യോഗ്യനുമായിട്ടില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. തത്വജ്ഞാനി ആയിട്ടില്ല. കാരണം എന്താ? പിന്നെയും കർമ്മം ബാക്കി ഉണ്ടെന്ന് സംശയം കിടക്കുന്നുണ്ടെങ്കിൽ സംശയാത്മാ വിനശ്യതി എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സംശയം തീർക്കണമെങ്കിൽ എന്തൊക്കെയാണ് കർമ്മം ബാക്കിയുള്ളത് എന്ന് കണ്ടെത്തിക്കൊണ്ട് ചെയ്യുക തന്നെ വേണം. അത് പൂർത്തീകരിക്കണം. അതെന്തുകൊണ്ടാണ് തെളിഞ്ഞു വരാതെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആധ്യാത്മിക മാർഗത്തിൽ പ്രയത്നിക്കുന്നുണ്ടെങ്കിലും അന്ധകരണ ശുദ്ധിയും വിവേകവും ഉണ്ടാകാതിരിക്കാൻ കാരണം എന്തെങ്കിലും കർമ്മം ബാക്കിയുള്ളതുകൊണ്ടാണ്. അപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ പിന്നെ സംശയമൊന്നുമില്ല. അഥവാ എന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടെന്ന് തോന്നൽ കിടക്കുന്നുണ്ടെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം സാധ്യവുമല്ല. ആ കർമ്മം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വരേണ്ടി വരും. ഈ ജന്മം കൊണ്ട് നമുക്ക് ശരീരം കൊണ്ട് ചിലപ്പം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വരേണ്ടി വരും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ മാർഗത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ആ മാർഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പം ഏതെങ്കിലും വിധത്തിൽ ഭ്രഷ്ടനാകാനും സാധ്യതയുണ്ട്. ഇപ്പം ശരീരം കൊണ്ട് എന്തെങ്കിലും ബാക്കിയുണ്ടെന്നുള്ള ചിന്ത വെച്ചുകൊണ്ട് ശരീരം കൊണ്ട് അതൊട്ട് പൂർത്തിയാക്കാനും കണ്ടെത്താനും സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മാരാരോഗം വന്നിട്ട് ഏതെങ്കിലും വിധത്തിൽ സ്ഥാനഭ്രഷ്ടനായി ശരീരം ത്യജിക്കേണ്ടി വന്നാലും കുഴപ്പമൊന്നുമില്ല. അതനുസരിച്ചുകൊണ്ട് ശ്രേഷ്ഠമായ കുലത്തിൽ ആ കർമ്മവാസനയോട് കൂടി തന്നെ വന്ന് ഈ കർമ്മം കണ്ടെത്തി ചെയ്യുന്നത് വരെ വീണ്ടും വരേണ്ടി വരും. അതുകൊണ്ടാണ് തത്വജ്ഞാനി ആയിട്ടില്ല എന്ന് ഇവിടെ ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ യഥാർത്ഥ മാർഗത്തിൽ പ്രവേശിച്ചാൽ പിന്നെ നയിക്കുന്നതും ഭഗവാനാണല്ലോ. അപ്പൊ ഏതെങ്കിലും വിധത്തിൽ കർമ്മം ബാക്കിയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ആധ്യാത്മിക മാർഗത്തിൽ തന്നെ ചിലപ്പോൾ കർമ്മം ബാക്കി വന്നാൽ വീണ്ടും അതിനായിട്ട് വരേണ്ടി വരും. അത് ശ്രേഷ്ഠമായ മാർഗം തന്നെയാണല്ലോ. അതുകൊണ്ട് ഭയപ്പെടേണ്ടതോ ഇല്ലെങ്കിൽ അതുകൊണ്ട് അയ്യോ ഈ ജന്മത്തിൽ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എനിക്ക് ഈശ്വര സാക്ഷാത്കാരം സാധിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഏതൊക്കെ തരത്തിലാണ് ദുഃഖം ഉണ്ടാകുക എന്ന് പറയാൻ പറ്റില്ല. വിഷമിക്കാൻ പലതരത്തിൽ വിഷമിക്കും. നമ്മൾ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ആരും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതും കൊണ്ടും വിഷമിക്കും. അപ്പം അതുകൊണ്ട് പക്വത വരുമ്പോൾ ഇതൊക്കെ സാധിക്കും, പൂർത്തീകരണം നടക്കും. ഇല്ലെങ്കിൽ ഇനിയൊന്നും ചെയ്യാൻ ബാക്കിയില്ല എന്നുള്ള സംതൃപ്തി നമുക്ക് സ്വയം ഉണ്ടാകും. ഇനിയൊന്നും ചെയ്യാൻ ബാക്കിയില്ല എന്നൊരവസ്ഥ നമുക്ക് എത്തിച്ചേരും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെയാണ് ഈശ്വര സാക്ഷാത്കാരത്തിന് പാത്രമാകുക എന്നർത്ഥം. അത് സ്വയം ബോധ്യം വരും, യാതൊരു സംശയവുമില്ല. അപ്പം ഏതാണ്ടൊക്കെ ആ ഒരു സ്ഥിതിയിലാണ് ഞാനിപ്പോൾ. ഇനിയൊന്നും ചെയ്യാൻ ബാക്കിയില്ല എന്നൊരു നിഗമനത്തിലാണ് എൻ്റെ കാത്തിരിപ്പ്. അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എപ്പോൾ എത്താൻ സാധിക്കുന്നോ, ഏതെങ്കിലും കർമ്മങ്ങൾ ചെയ്ത് തീർക്കുവാനുണ്ടെന്ന് അവന് തോന്നുന്നുണ്ടെങ്കിൽ അവൻ യഥാർത്ഥ തത്വജ്ഞാനി ആയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അതാണ് ജ്ഞാനാമൃതേന തൃപ്തസ്യ കൃതകൃത്യസ്യ യോഗിന. അവൻ കൃതകൃത്യനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്ത് തീർക്കുന്നവനായിരിക്കും. ഒന്നും ബാക്കി വെക്കാതെ പ്രവർത്തിക്കുന്നവനായിരിക്കും. ന ചാസി കിഞ്ചിൽ കർത്തവ്യം മസ്ചിച്ചേൽ ന സത്വവിൽ. അവൻ അത് എന്തെങ്കിലും ബാക്കിയുണ്ടെന്ന് സംശയം പോലും ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ ക്ലിയറൻസ് കിട്ടിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് വീണ്ടും പ്രയത്നിക്കേണ്ടതായിട്ടിരിക്കും. അന്ധകരണ ശുദ്ധിയും വിവേകവും ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ കർമ്മബന്ധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തിരിച്ചറിയുകയോ അത് പൂർത്തീകരിക്കുകയും ചെയ്യും. പിന്നെ ഒന്നും ബാക്കിയില്ല, നിസ്സംശയം അതിനെയൊക്കെ അവർക്കും ചെയ്യാൻ സാധിക്കും. തൈലധാരാം ഇവാഛിന്നം ദീർഘഖണ്ഡാ നിനാന്തവൽ അവ്യാച്യം പ്രണവസ്യാഗ്രം എസ്തം വേദസ്സ വേദവൻ. ഒരു പാത്രത്തിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തുന്ന എണ്ണ ഇടമുറിയാതെ ധാരധാരിയായിട്ട് വീഴുന്നതാണ് ധ്യാനം എന്ന് പറയുന്നത്. ദീർഘമായിരിക്കുന്ന മണിനാഥവും ഇടമുറിയാതെ ഒഴുകി ലയിക്കുന്നതാണ് ഇപ്രകാരം. അതേപോലെ പ്രണവത്തിൻ്റെ അന്ത്യപാദമായിരിക്കുന്ന അർത്ഥമാത്രയും പാദത്രയങ്ങളോട് കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അവിഛിന്നമായിട്ട് സുദീർഘം ഒഴുകി ശുദ്ധബ്രഹ്മമായിരിക്കുന്ന അമാത്രയിൽ, അതായത് പരാൽപരയിൽ ലയിക്കുന്നു. അഥവാ അവാച്യമായിരിക്കുന്ന ആ അവസ്ഥയാണ് യഥാർത്ഥ വേദം അഥവാ യഥാർത്ഥ ജ്ഞാനം അഥവാ അറിവ്, ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്. അത് ഗ്രഹിച്ചവൻ സാക്ഷാൽ വേദവിദ്വാനാകുന്നു. അതായത് ബ്രഹ്മത്തെപ്പറ്റി അറിഞ്ഞവനാണ് വേദവിദ്വാൻ എന്ന് പറയുന്നത്. അപ്പൊ വേദ പാണ്ഡിത്യം, വേദം ചൊല്ലാൻ സ്വരച്ചേർച്ചയൊക്കെ ചെല്ലാൻ പഠിക്കുക എന്ന് മാത്രമല്ല, അതിനെ സാക്ഷാത്കരിക്കാൻ തക്കവണ്ണം വേദമായി ഭവിക്കണം. വേദവിദ്വാൻ ആയതുകൊണ്ട് മാത്രമല്ല, ആ വേദത്തെ സാക്ഷാത്കരിക്കുക. വേദം എന്ന് പറഞ്ഞാൽ തന്നെ അറിവാണ്, അത് ദേവമാണ്, അത് ഈശ്വര സാക്ഷാത്കാരമാണ്. അത് ഗ്രഹിച്ചാൽ മാത്രമേ
അവൻ യഥാർത്ഥ വേദം അറിയുന്നവനായിട്ടും വേദവിദ്വാനായിട്ട് വേദത്തിലേക്ക് തന്നെ, അല്ലെങ്കിൽ ദേവനിലേക്ക് തന്നെ, ഈശ്വരിലേക്ക് തന്നെ, വേദത്തിൻ്റെ കർത്താവായിരിക്കുന്ന ആ വേദാന്ത കർത്താവിലേക്ക് തന്നെ ലയിച്ചു ചേരുന്ന അവസ്ഥയുണ്ടാകും എന്നാണ് 23-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് ഈ പാത്രത്തിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തുന്ന എണ്ണ ഇടമുറിയാതെ ധാരധാരയായി ഒഴുകി വീഴുകയാണ് ചെയ്യുന്നത്. ദീർഘമായ മണിനാദവും ഇടമുറിയാതെ ഒഴുകി ലയിക്കുന്നതാണ്. അതുപോലെ പ്രണവത്തിൻ്റെ അന്ത്യപാദമായിരിക്കുന്ന അർത്ഥമാത്രയും പാദത്രയങ്ങളോടുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് അവിഛിന്നമായി സുദീർഘം ഒഴുകി ശുദ്ധ ബ്രഹ്മമായിരിക്കുന്ന അമാത്രയിൽ, അതായത് പരാൽപര എന്ന് പറയുന്ന ആ ശക്തിയിലേക്ക് ലയിക്കും. അഥവാ അവ്യാജ്യമായിരിക്കുന്ന ആ അവസ്ഥയാണ് യഥാർത്ഥ വേദം അഥവാ യഥാർത്ഥ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അത് ഗ്രഹിച്ചാൽ സാക്ഷാൽ വേദവിദ്വാനായി തീരുന്നതാണ്. ആത്മനാ മരണീം കൃത്വ പ്രണവം ചോ ഉത്താരണീം ധ്യാന അഭ്യാസാൽ ദേവം പശ്യേൽ നിഗൂഢവൽ. യാഗാദി കർമ്മങ്ങൾക്ക് പരിശുദ്ധമായ അഗ്നി ആവശ്യമുള്ള പോലെ അരണി എന്ന യന്ത്രം കടഞ്ഞാണ് അഗ്നിയെ ഉൽപ്പാദിപ്പിക്കുന്നത്. അരയാൽ വൃക്ഷത്തിൻ്റെ തടിയാണ് അരണി ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നത്. എണ്ണ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന യന്ത്രത്തിൻ്റെ അടിയിൽ ഒരു ചക്കും മുകളിൽ കറങ്ങുവാൻ കഴിയുന്ന ഒരു കണയും ഉള്ളതുപോലെ അരണി കടഞ്ഞ് അഗ്നി ഉണ്ടാക്കുന്ന യന്ത്രവും അടിയിൽ ഒരു ചക്കും മുകളിൽ ഒരു കണയും ഉണ്ടെന്ന് അറിയുക. ഇതിൻ്റെ ചക്കിന് അരണി എന്നും കണയ്ക്ക് ഉത്താരണി എന്നും പേര് പറയുന്നു. പഞ്ചഭൂത നിർമ്മിതമായിരിക്കുന്ന തടിയിൽ ഭൂതങ്ങളിൽ ഒന്നായ അഗ്നി നിഗൂഢമായി ഇരിപ്പുണ്ട്. അരണിയിൽ ഉത്താരണിയും ചേർത്ത് ശക്തിയായിട്ട് കടയുമ്പോൾ തടിയിൽ അന്തർയാമിയായിരിക്കുന്ന അഗ്നി വെളിയിലേക്ക് പ്രത്യക്ഷമായി ജ്വലിക്കുന്നു. അതേപോലെ ഉപാസകൻ ജീവാത്മാവിനെ അരണിയായും പ്രണവത്തെ ഉത്താരണിയായും കണ്ട് നിരന്തരം കടഞ്ഞാൽ അതാത് നിരന്തരമായിരിക്കുന്ന നാദ അനുസന്ധാനം ധ്യാനമാകുന്ന അഭ്യാസത്തിൽ ഏർപ്പെട്ടാൽ നിഗൂഢമായിരിക്കുന്ന ദേവനെ അഥവാ പരമാത്മാവിനെ നിഗൂഢമായി മറ്റാരും കാണാതെ തനിക്ക് മാത്രമായിട്ട് ദർശിക്കാൻ കഴിയും. അതായത് ബ്രഹ്മത്തെ അറിയണമെങ്കിൽ ബ്രഹ്മമായി ഭവിക്കണം, ഈശ്വരനെ കാണണമെങ്കിൽ ഈശ്വരനായിട്ട് മാറണം എന്നർത്ഥം. അതിന് നാദബ്രഹ്മവും ശബ്ദബ്രഹ്മത്തെ അക്ഷരബ്രഹ്മത്തെ ആശ്രയിച്ച് തന്നിൽ തന്നെ ഉള്ള അഗ്നിയെ ജ്വലിപ്പിക്കണം. ഘർഷണത്തിലൂടെ ജ്വലിക്കും. അതായത് അരണി കടഞ്ഞ് അഗ്നി വരുന്ന എങ്ങനെയാ? അതിൽ അരണിയും ഉത്താരണിയും എന്ന് പറയുന്ന ആ കടകോലും കൊണ്ട് കടയുമ്പോൾ അത് ഹീറ്റായി അതിൽ നിന്നാണ് അഗ്നി ഉണ്ടാക്കുന്നത്. ഇതേപോലെ നമ്മൾ നിരന്തരം ഇപ്പോൾ ഗായത്രി മന്ത്രം തന്നെ സഹസ്രാവധി ജപിക്കുകയാണെങ്കിൽ 500 എത്തുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരം ചൂടായിട്ട് വേർക്കാൻ തുടങ്ങും. ഇതൊക്കെ ഏറ്റവും വലിയ പ്രത്യക്ഷ ഉദാഹരണമാണ്. അപ്പം അഗ്നി നമ്മുടെ ഉള്ളിൽ അഗ്നി അല്ലെങ്കിൽ തന്നെ ഉണ്ട്, അഗ്നിയും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് ഒന്ന് കർഷണത്തിലൂടെ ശബ്ദബ്രഹ്മം അക്ഷരബ്രഹ്മം ഉപയോഗിച്ചുകൊണ്ട് കർഷണം ചെയ്യുമ്പോൾ കടയുമ്പോൾ അതിൽ നിന്ന് ഈ പറയുന്ന ഈശ്വരൻ്റെ ശക്തിയാകുന്ന അഗ്നി ജ്വലിക്കും. ആ അഗ്നി ജ്വലിക്കലാണ് ശരിക്കും പറഞ്ഞാൽ നിഗൂഢമായിരിക്കുന്ന ദേവനെ അഥവാ പരമാത്മാനെ നിഗൂഢമായിട്ട് അതിനെ ഉണർത്തുക എന്ന് പറയുന്നത്. അത് ജ്വലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലോ അതാണ് പഞ്ചഭൂത നിർമ്മിതമായിരിക്കുന്ന തടിയിൽ ഭൂതങ്ങളിൽ ഒന്നായി അഗ്നി നിഗൂഢമായി ഇരിപ്പുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരങ്ങളിലും ഈ ഈശ്വരൻ്റെ ശക്തി നിഗൂഢമായിട്ട് ഇരിക്കുന്നുണ്ട്. അതിനെ പോഷിപ്പിക്കണമെന്നുണ്ടെങ്കിൽ മന്ത്രങ്ങളെ കൊണ്ട് ത്രാണനം ചെയ്യണം. മനത്രാണയതി മന്ത്ര. പുറത്തുനിന്നൊരു വസ്തുവിൻ്റെയും ആവശ്യകതയൊന്നുമില്ല. നമ്മൾ ശബ്ദബ്രഹ്മത്തെ അക്ഷരബ്രഹ്മത്തെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ കടയണം. മനസ്സിനെ കടഞ്ഞാൽ അതിൽ നിന്ന് ഈ പറയുന്ന സംഗതി ജ്വലിക്കുന്ന പറയുന്നത്. ജ്ഞാനമാകുന്ന ദീപം തനിയെ കത്താൻ തുടങ്ങും. അന്തർയാമിയായിരിക്കുന്ന നിഗൂഢമായിരിക്കുന്ന ശക്തി നമ്മളിൽ പോഷിപ്പിക്കപ്പെട്ട് അത് കത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജ്ഞാനം നമ്മളിൽ തന്നെ പ്രകാശിക്കും. അതിനെ ഈ പറയുന്ന ക്ലേശം കടയുക എന്ന് പറയുന്ന ത്രാണന പ്രക്രിയ എന്ന് പറയുന്നത് കുറച്ചു നേരം ഇരുന്ന് നാമസങ്കീർത്തനം വെച്ച് സർവ്വപാപ പ്രണാശം എന്ന് പറഞ്ഞത് തന്നെ ലളിതമായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. മറ്റാരെ ആശ്രയിക്കേണ്ടതാ. നമുക്ക് നിവർന്നു നിൽക്കാൻ പറ്റിയ ഒരു നട്ടെല്ലും തന്നിട്ടുണ്ട്. അതിനെ നിവർത്തി വെച്ചുകൊണ്ട് സുഖമായിട്ട് ഏതാസനത്തിലിരുന്ന് ഇനി കണളപ്പിൻ്റെ മുകളിൽ കിടക്കപ്പായിലിരുന്നു കൊണ്ടാണെങ്കിലും ഈ ഒരു കാര്യം ചെയ്യാൻ സാധിച്ചാൽ മതി. നമ്മളിലുള്ള അഗ്നി സ്ഫുരിക്കും, ജ്ഞാനമാകുന്ന അഗ്നി പ്രകാശിക്കും.
അത് നമ്മുടെ എന്താ പറഞ്ഞ ഭൗതികമായ ബന്ധങ്ങളിൽപ്പെട്ട് കുടുങ്ങിക്കിടക്കുന്നതുകൊണ്ടാണ് അത് നിഗൂഢമായിട്ടിരിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ഇല്ലാത്തതല്ല ഉയർത്തിക്കൊണ്ടുവരാൻ പറയുന്നത്. അതാണ് ഉദ്ധരേത് ആത്മനാത്മാനം നാ ആത്മാനവസാദേ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിന് വലിയ നമ്മൾ ഈ പറയുന്ന വലിയ യോഗാഭ്യാസമൊന്നും വേണ്ട. സുഖമായിട്ട് സുഖാസനത്തിൽ ഇരുന്നുകൊണ്ട് നട്ടല് നിവർത്തിയിരുന്ന് നാമസങ്കീർത്തനം ചെയ്താൽ തന്നെ ഈ കലിയുഗത്തിൽ പെട്ടെന്ന് ഈ പറയുന്ന നമ്മുടെ നിഗൂഢമായിരിക്കുന്ന ജീവശക്തിയെ, അന്തര്യാമിയായിരിക്കുന്ന ശക്തിയെ പ്രജ്വലിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അത് ജ്ഞാനമാകുന്ന ദീപത്താലായിരിക്കും പ്രകാശിക്കുക. ആ ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ അതാണ് വേദാന്തം എന്ന് പറയുന്നത്. അത് തന്നെയാണ് യഥാർത്ഥ വേദം എന്ന് പറഞ്ഞത്. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ ആ വേദാന്തം നമ്മുടെ ഉള്ളിൽ തന്നെ ഇതിനെ പ്രകാശിപ്പിക്കാനാണ് ഭഗവാൻ പറയുന്നത്. അതിന് പുറത്തു നിന്നൊരു അഗ്നിയുടെ ആവശ്യമൊന്നുമില്ല. അതിൻ്റെ പ്രതീകാത്മകമായിട്ടാണ് നമ്മൾ ഗുരുവായൂരപ്പന് വിളക്ക് കത്തിച്ച് വയ്ക്കണമെന്നല്ല. ഇതേപോലെ നമ്മുടെ ഉള്ളിൽ നിഗൂഢമായിട്ടൊരു ഒരിക്കലും കെടാത്ത അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എത്ര പ്രാവശ്യം ശരീരം പോയിട്ട് തിരിച്ചു വന്നാലും വേണ്ട ഈ അഗ്നി ജ്വലിച്ചുകൊണ്ട് തന്നെ, ഇതേ അഗ്നി തന്നെയാണ് പുതിയ ശരീരം കിട്ടുമ്പോഴും ജ്വലിക്കുക. അപ്പോൾ അതിനെ ഒന്ന് പ്രജ്വലിപ്പിക്കണം. അതിൻ്റെ പ്രകാശം ഈ ആവരണങ്ങളിൽ നിന്നും മൂടുപടമടഞ്ഞിരിക്കുന്ന അതിനെ മാലിന്യങ്ങളാൽ നിർമുക്തമാക്കണം എന്നർത്ഥം. മാലിന്യങ്ങളിൽ നിന്ന് അതിനാണ് ഈ അഭ്യാസമൊക്കെ ചെയ്യാൻ പറയുന്നത്. അതിന് കലിയുഗത്തിൽ എളുപ്പമാണ്. നട്ടല് നിവർത്തിയിരുന്ന് സുഖാസനത്തിൽ ഇരുന്നുകൊണ്ട് സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ ഏതെങ്കിലും നാമാക്ഷരം ഉള്ള മന്ത്രങ്ങൾ അക്ഷരലക്ഷം കഴിഞ്ഞാൽ തന്നെ അത് സിദ്ധിയിലേക്ക് എത്തുന്ന പറയുന്നത്. എത്ര അക്ഷരമുള്ള മന്ത്രം ജപിച്ച് അത് എത്ര ലക്ഷമാകുന്നു അതനുസരിച്ചുകൊണ്ട്, അക്ഷരലക്ഷം എന്ന് പറഞ്ഞാൽ എന്താ, 2 അക്ഷരമുള്ള രാമമന്ത്രം ലക്ഷം കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് ശരീരത്തിൽ അനുഭവിച്ചറിയാൻ സാധിക്കും. പഞ്ചാക്ഷരി മന്ത്രം 5 അക്ഷരമുള്ള മന്ത്രം 5 ലക്ഷം കഴിഞ്ഞാൽ അതനുസരിച്ചുകൊണ്ട് അതിൻ്റെ ഫലം കിട്ടും. ഗായത്രി മന്ത്രം 24 അക്ഷരമാണെങ്കിൽ 24 അക്ഷരം ജപിച്ചാൽ തന്നെ 24 അക്ഷരം ആവർത്തിച്ച് ജപിച്ചാൽ തന്നെ അതിൻ്റെ ഫലം കിട്ടും. അപ്പോൾ അക്ഷരലക്ഷം തികയാന്ന് പറഞ്ഞാൽ എത്ര അക്ഷരമുള്ള മന്ത്രം ജപിക്കുന്നോ അത്രയും ലക്ഷം തികയുന്നതനുസരിച്ചുകൊണ്ട് ഇതിനെ പ്രജ്വലിപ്പിക്കുന്നു. അതാണ് അരണി കടഞ്ഞ ഉദാഹരണമൊക്കെ ഇവിടെ പറഞ്ഞത് എന്നർത്ഥം. ഇനി 25-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് താദൃശ്യം പരമം രൂപം സ്മരേൽ പാർത്ത അനന്യധീം വിധുമാഗ്നിം നിഭം ദേവം പശ്യേദാദിത്യ അത്യന്ത നിർമ്മലം. ഹേ പാർത്ഥ, അപ്രകാരം കാണുന്ന പരമാത്മ സ്വരൂപത്തെ അന്യവസ്തു സ്മരണ കൂടാതെ നീ നിരന്തരം ധ്യാനിച്ചു കൊണ്ടിരിക്കുക. അപ്രകാരമുള്ള ധ്യാനത്തിലൂടെ പുകയില്ലാത്ത അഗ്നിയെ എന്നോണം പ്രകാശവും നിർമ്മലവുമായിരിക്കുന്ന ദേവനെ കണ്ടുകൊണ്ടിരിക്കുക. അതാണ് താനി സർവാണി സംയമ്യുക്ത ആസീതമൽപ്പം. നമ്മളെ ഇന്ദ്രിയങ്ങൾ പോലും ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിയന്ത്രിക്കപ്പെടണമെന്ന് പറഞ്ഞു. ഇന്ദ്രിയങ്ങൾ നിയന്ത്രിക്കാമെന്ന് പറഞ്ഞിലേക്ക് സാധ്യമല്ല എന്നും ഗീതയിൽ ഭഗവാൻ പറയുന്നത്. അത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ലക്ഷണത്തിൽ ഭഗവാൻ യഥാ സംഭരതേ ചായം കുർമുങ്കാനി സർവശഖ എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ഇന്ദ്രിയങ്ങൾ നിയന്ത്രിക്കണമെങ്കിൽ ഈശ്വരൻ്റെ സഹായം വേണം. അതിനു വേണ്ടിയിട്ട് ആ ഇന്ദ്രിയങ്ങളുടെ ഈശ്വരനായിരിക്കുന്ന ഋഷികേശൻ എന്ന പേരിലായിരിക്കുന്ന ആ ഭഗവാനെ താനി സർവാണി സംയമ്യ യുക്ത ആസീത മൽപര വശേഖി യശേന്ദ്രിയാണി ദസ്യ പ്രജ്ഞാപ്രതിഷ്ഠ എന്ന് ഭഗവാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ ഭഗവാൻ അർജുനനോട് ഉത്തരഗീതയിൽ പറയുന്നത്. അപ്രകാരം കാണുന്ന പരമാത്മ സ്വരൂപത്തെ തന്നെ അന്യവസ്തു സ്മരണ കൂടാതെ, മറ്റ് ചിന്ത കൂടാതെ, മറ്റ് സ്മരണയൊക്കെ ത്യജിട്ട് നാകിഞ്ചിതപി ചിന്തയെ എന്ന അവസ്ഥയിലേക്ക് നീ നിരന്തരം എന്നെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുക. അപ്രകാരമുള്ള ധ്യാനത്തിലൂടെ പുകയില്ലാത്ത അഗ്നി എന്നോണം പ്രകാശവും നിർമ്മലന്മാരിക്കുന്ന നീ ഏത് ദേവനെയാണോ ഭജിക്കുന്നത്, ഇല്ലേ ദേവനെയാണോ ധ്യാനിക്കുന്നത്, ആ ദേവനെ നിനക്ക് കണ്ടുകൊണ്ടിരിക്കാം. ഇതാണ് ധ്യാനത്തിൻ്റെ പരമാവസ്ഥ. ഈശ്വരനെ കാണണോ, ഈശ്വരനായി ഭവിക്കുക. കൃഷ്ണനെ കാണണോ, കൃഷ്ണനായി ഭവിക്കുക. അപ്പോൾ കൃഷ്ണനെ തന്നെ നനച്ചിരുന്നാൽ കൃഷ്ണനായി തന്നെ ഭവിക്ക വേണ്ടുവെന്നും സിമ്പിളായിട്ടുള്ള കീർത്തനത്തിൽ പോലും പറയുന്നുണ്ടല്ലോ. അത് തന്നെ ഇവിടെ ഭഗവാൻ പറഞ്ഞത്. ഇതിന് വലിയ അഭ്യാസമൊന്നും വേണ്ട. താനി സർവാണി സമയം, മറ്റ് ചിന്തകളൊക്കെ ഉപയോഗിച്ചിട്ട് ഭഗവാനെ തന്നെ നനച്ചിരിക്കുന്നവന് ഈ ഭഗവാനായിട്ട് തന്നെ മാറാൻ സാധിക്കും എന്നാണ് പറഞ്ഞത്. അതാണ് ഈ അപ്രകാരം തന്നെ, ഹേ പാർത്ഥ, അപ്രകാരം എന്നെ കാണുന്ന ആ പരമാത്മാ സ്വരൂപത്തെ അന്യവസ്തു സ്മരണ ഇല്ലാതെ, മറ്റൊരു ചിന്തയും ഇല്ലാതെ നിരന്തരം എന്നെ തന്നെ ധ്യാനിച്ചിരിക്കുന്നവൻ ഞാനും ഭക്തനും ഒന്നാകും എന്ന് ഗീതയിൽ പറയുന്ന കാര്യം തന്നെയാണ്
ആ ഇഷ്ടദേവതയെ ഉപാസിക്കുന്നത് പോലും നിങ്ങൾക്ക് അയിഷ്ടദേവതയായിട്ട് മാറുന്ന ഘട്ടമാണ് ഇവിടെ പറഞ്ഞത്. ആ അങ്ങനെ ഒരു പേരിൽ അറിയപ്പെടുന്ന ദേവനല്ല ബ്രഹ്മം. അതിന് പ്രത്യേകിച്ച് ഒരു അരൂപിയായിരിക്കുന്ന സങ്കല്പത്തിലാണ് പറയുന്നത്. അപ്പം ദേവസങ്കല്പം നമ്മൾ ഇഷ്ടദേവതയെ ഉപാസിച്ചാണെങ്കിലും വല്ല ആ ഉപാസനയിൽ ദൃഢത വരുത്താൻ വേണ്ടിയിട്ട് ഇഷ്ടദേവതയെ ഉപാസിച്ചാലും നമ്മൾ പരമമായതിനെ തന്നെയാണ് ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങേണ്ടത് എന്നുകൂടി ഇതിൽ സൂചന നൽകുന്നുണ്ട്. അപ്പോൾ 25 ശ്ലോകങ്ങൾ നമുക്ക് പ്രധാനമായിട്ടും ഉപാസനാ മാർഗത്തെ, അതായത് ആരെയാണ് ധ്യാനിക്കേണ്ടത്, എന്തിനെയാണ് ധ്യാനിക്കേണ്ടത്, ധ്യാനിച്ചാൽ എന്തായി തീരും എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞ കാര്യം ഇവിടെ ഒന്നോടെ നമുക്ക് ഉറപ്പിച്ചു തരികയാണ്. അതോടുകൂടി പിന്നെ നമുക്ക് എത്ര അകന്നിരിക്കുന്നവനായാലും ഈശ്വരൻ നമ്മുടെ അടുത്ത് തന്നെയാണെന്നുള്ളതൊക്കെ അനുഭവപ്പെടാൻ തുടങ്ങും. നമ്മൾ തന്മയീ ഭാവത്തിലേക്ക് എത്തുമെന്ന് പറയും. ഈ ഇഷ്ടദേവതയെ ഉപാസിച്ചാലും ഇനി ഭഗവാൻ ഗുരുവായൂരപ്പനെ ബന്ധിച്ചാൽ ബ്രഹ്മത്തെ ഉപാസിച്ചാലും അത് തന്മയീ ഭാവത്തിലേക്ക് എത്തണം. അതാണ് ഉപാസനയുടെ പരിസമാപ്തി എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥ വേദം എന്ന് പറയുന്നത്. യഥാർത്ഥ അറിവും ലഭിക്കുന്നത് ദേശാമേവ. ഈ ഒരു അവസ്ഥ നമുക്ക് കൈവരണമെങ്കിൽ പോലും ഭഗവാനെ പ്രാപിക്കാനുള്ള ബുദ്ധിയോഗം ഭഗവാൻ എപ്പോൾ നൽകുന്നോ അത് കിട്ടിയാലും വേണ്ടില്ല, അതിൻ്റെ ഉപയോഗക്രമം അനുസരിച്ചുകൊണ്ട് ദേശാമേവ അനുകമ്പാർത്ഥം അഹം അജ്ഞാനചമ്പം തമ നാശയൻ ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസത എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അരണി കടഞ്ഞിട്ട് അഗ്നിയെ പറ്റിയൊക്കെ പറഞ്ഞത് ഭഗവാന്റെ അനുകമ്പ കൃപ നമുക്ക് എപ്പോൾ ലഭിക്കുന്നുവോ അപ്പോഴാണ് ആ പ്രകാശ സ്വരൂപനായിരിക്കുന്ന പരമാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് കാണാനും ജ്ഞാനമാകുന്ന ദീപത്തെ പ്രജ്വലിപ്പിക്കുന്നതും ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രമേ സാധിക്കൂ. ആ ഒരു അവസ്ഥയിൽ മാത്രമേ നമുക്ക് ഈ ഈശ്വര സാക്ഷാത്കാരത്തിലേക്കും എത്താൻ സാധിക്കുകയുള്ളൂ. അത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗം നമുക്ക് ഇവിടെ സമർപ്പിക്കാം. ഈ 5 ശ്ലോകങ്ങളൊന്ന് പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാം. യഥാമൃതേന തൃപ്തസ്യ പയസാ കിം പ്രയോജനം ഏവം തം പരമം ജ്ഞാത്വാ വേദൈ നാസ്തി പ്രയോജനം. ജ്ഞാനാമൃതേന തൃപ്തസ്യ കൃതകൃത്യസ്യ യോഗിന ന ചാസ്തി കിഞ്ചിൽ കർത്തവ്യം അസ്തി ചേൽ ന സ തത്വവിൽ. തൈലധാരമിവാഛിന്നം ദീർഘഖണ്ഡാ നിനാദവൽ അവ്യാച്ഛം പ്രണവസ്യാഗ്രം യസ്തം വേദസ്സ വേദവിൽ. ആത്മനാമരണീം കൃത്വാ പ്രണവം ചോത്താരണീം ധ്യാന മഥനാഭ്യാസാൽ ദേവം പശ്യൽ നിഗൂഢവൽ. താദൃശ്യം പരമം രൂപം സ്മരയിൽ പാർത്ഥ ഹനന്യധീം വിതൂമാഗ്നി നിഭം ദേവം പശ്യേത് അത്യന്ത നിർമ്മലം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ന്യായനമാർഗേണ മഹിമഗീശാ ഗോബ്രാഹ്മണേഭ്യ ശുഭം തീർത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.